ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടുപഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പോരും കേട്ടോ കൂട്ടുകാരെ. ഇത് വാഴയിലയാണ്. അപ്പോൾ ഈ വാഴയില കുമ്പിൾ കുത്തി, അതായത് ഇതുപോലെ കുമ്പിൾ കുത്തി കുമ്പിളാക്കി വാഴയിലയിൽ നമ്മൾ കുമ്പിളിലയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ടേസ്റ്റുകൾ എന്തായിരിക്കും, അല്ല എന്തൊക്കെയാണ് ചേരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും പോരും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് റേഷൻ കടയിൽ നാടൻ ഗോതമ്പ് കിട്ടിയതാണ്. അതിനെ നന്നായി കഴുകി ഉണക്കി പൊടിച്ച് ശകലം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത്, ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിരവ പോയെന്ന്. അപ്പോൾ ഞാൻ ഏലക്കായും തേങ്ങയും കൂടെ ചേർത്ത് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. തേങ്ങ ഇട്ടു, ഉപ്പിട്ടു, ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്ക തേങ്ങ അതിന് അരിഞ്ഞ് ഇതിലേക്ക് നമുക്കിടാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര പാനി കാച്ചി വെച്ചതാണ്. വെള്ളം കുറച്ചാണ് ഞാൻ ശർക്കര ഉരുക്കി എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നനച്ച് അവിടെ നോക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ ഈ മാവ് വാഴയില കുമ്പിളിലയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് നനച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുമ്പിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്, കുമ്പിളില എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് കുമ്പിളില. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് ഗോതമ്പ് മാവ്. ഇത് റേഷൻ കടയിലെ ഗോതമ്പാണ്. കഴുകി ഉണക്കി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് സെറ്റാക്കിയതാണ്. നല്ല മാവാണ്, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഏലക്ക, ഉപ്പ്, തേങ്ങ ചിരണ്ടിയത്, കൊട്ടത്തേങ്ങ അരിഞ്ഞിട്ടത്, ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് വാഴയില കുമ്പിളിലയപ്പം. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈർക്കിലോ കൊടുക്കുകയോ അല്ലെങ്കിൽ നൂല് കണ്ട് കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ വാഴയില കുമ്പിളിലയപ്പം ഞാൻ മാവ് നിറച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്കിത് ഒരു ഇഡ്ഡലി കുട്ടകത്തിലേക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ്. ബാ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇഡ്ഡലി കുട്ടകം വെച്ച് വെള്ളം നന്നായി ചൂടായി, ആവി നന്നായിട്ട് പറക്കുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഇഡ്ഡലി കുട്ടകത്തിലേക്ക് പറക്കി വയ്ക്കാം. ബാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് നൂല് കൊണ്ട് കെട്ടുകയോ ഈർക്കിലുകൊണ്ട് കുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചുരുട്ടിയെടുത്തതാണ്, കുമ്പിളാക്കി എടുത്തതാണ്. നമുക്കിതിലേക്ക് പറക്കി വയ്ക്കാം. നല്ല ചൂടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പറക്കി വയ്ക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. വന്നിട്ട് ഞാൻ വിചാരിച്ച് ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കിത് അടച്ചു കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു, ആവി കൊണ്ടു, ആൻറ്റിബയോട്ടിക് ഗുളിക കുറച്ച് തന്നു. നാളെ ഇനി എനിക്ക് RCC പോകാനുള്ളതാണ്. ചുമ നന്നായിട്ടുണ്ട്, പനി അല്പം കുറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഫത്തിൻ്റെ ചുമയുടെ ഇതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു.
ഇത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് കുറയാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. കാരണം എനിക്ക് നാളെ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാഴയിലെ കുമ്പളയില ഇപ്പം നന്നായിട്ട് വേകട്ടെ. വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ കുമ്പളയില ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി വെന്തിട്ടുണ്ട്. ഹായ് ഹലോ പാട്ടുപാചകത്തിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ വാഴയിലെ കുമ്പളയില ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ വാഴയിലെ കുമ്പളയില ഇപ്പം കണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വാഴയിലയുടെ മണമുണ്ട്, നല്ല രുചിയുണ്ട്. ഇതെല്ലാം കൂടെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി സെറ്റ് സാധനം. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കില്ലേ കൂട്ടുകാരെ. ബൈ.